റൊണാൾഡോ ഈസ് ഹംഗ്രി ഫോർ ഗോൾസ്. അതേപോലെ വിരാട് കോഹ്ലിയുടെ കേസാണ് വെച്ചാൽ സെഞ്ചുറീസും നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ കേസാണ് വെച്ചാൽ ബോംബുമാണ്. എനിക്ക് തോന്നുന്നില്ല DRDOക്ക് വരെ ബോംബിനോട് ഇത്ര താല്പര്യമുണ്ട്. അതിലും വലിയ പ്രേമമാണ് അണ്ണന്. സോ പുതുതായിട്ട് ഒരു പടം OTT റിലീസ് ചെയ്യുന്നത് സീക്രട്ട് ആൻഡ് S1 സ്വാമി പടം. സോ ബേസിക്കലി ഈ സിനിമയുടെ ആദ്യത്തെ ഒരു 15 മിനിറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഈ നാഡി ജോൾസും കാര്യമൊക്കെ പറയുന്നത് അടിപൊളിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് കൊണ്ടേ ചോദിച്ചു അനാവശ്യമായിട്ടുള്ള റൊമാൻസ് സീൻസും കുറെ കോമാളിത്തരങ്ങളൊക്കെ. അപ്പൊ ഇതിലെങ്ങനെയാണ് വെച്ചാൽ ഈ ധ്യാൻ ശ്രീനിവാസന്റെ അടുത്ത് പറയും നിങ്ങൾ കല്യാണം കഴിക്കാൻ പോണ കൊച്ച് പെട്ടെന്ന് മരിക്കുക, ആയുസ് കുറവാണ്. ഇത് അറിഞ്ഞിട്ട് രഞ്ജിത്ത് ഉണ്ട് ഇതിൽ. രഞ്ജിത്തിന്റെ അടുത്ത് പോകും. രഞ്ജിത്താണെന്ന് വെച്ചാൽ എല്ലാത്തിനും സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന ഒരു അടിപൊളി ക്യാരക്ടറാണ്. അങ്ങേര് പറയാണ് ഞാൻ ഇന്നലെ രാത്രി 3 മണി വരെ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് തോട്ട് വന്നു നീ ഒരു 3 പേരെ രക്ഷിക്ക്, അപ്പൊ നിന്റെ ഈ കൊച്ചിനെ പ്രകൃതി രക്ഷിക്കുന്നു. അപ്പൊ അണ്ണന് 4 മണിക്ക് തോട്ട് വന്നു വെച്ചാൽ 4 പേരെ രക്ഷിക്കണോ? സോ അതിന്റെ ബാക്കിലുള്ള തിയറി ഒന്നും പറയാതെ വെറുതെ പറയാം നിങ്ങൾ 3 പേരെ പോയെങ്കിൽ രക്ഷി. ഇത് കേട്ടതും കേൾക്കാത്തതും ധ്യാൻ ശ്രീനിവാസം ഒരു കെരിറ്റിക്ക് എടുത്ത് ചാടുന്നു, രക്ഷിക്കാൻ കുളത്തേക്ക് എടുത്ത് ചാടുന്നു, കുറെ കോമാളിത്തരം കാണിക്കും. ഞാൻ പറയാം എല്ലാ സിനിമയിലും ഒരു കണ്ണ് തട്ടാതിരിക്കാൻ കോലം വെക്കുന്ന പോലെ ഒരു ക്യാരക്ടർ ഉണ്ടാവും. ഇതിൽ നമ്മുടെ അപർണദാസാണ് അങ്ങനത്തെ ക്യാരക്ടർ. 2 പേര് കാഷ്വൽ ആയിട്ട് സംസാരിച്ച് വരുന്ന സീനൊക്കെ ആ കൊച്ച് വെറുപ്പിച്ചിട്ട് ആർട്ടിഫിഷ്യാലിറ്റി കാണിച്ചിട്ട്. ആർട്ടിഫിഷ്യാലിറ്റിയുടെ ബേസിസിൽ ഒരു അവാർഡ് കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി അപർണദാസിന് കൊടുക്കുക. സോ ഇതിൽ മണിക്കുട്ടൻ വന്നിട്ടൊരു ചെറിയ റോളൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും ജോൾസിന്റെ ഇതേയും കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോ ബേസിക്കലി എനിക്ക് ആദ്യത്തെ ഒരു 20 മിനിറ്റ് അടിപൊളിയായി തോന്നി. പിന്നെ എന്തൊക്കെ ഒരു കോമാളിത്തരം കാണിക്കുന്ന പടമായിട്ടാണ് തോന്നിയത്. നമ്മുടെ ജ്ഞാപകം ഇന്ദ്രധനുഷ് ഒക്കെ ഉണ്ട് ഈ സിനിമയിൽ. നോർമലായിട്ട് സാധാരണക്കാരന് മനസ്സിലാവുന്ന കാര്യം വരെ ഇങ്ങനെ ഈ ഫിലോസഫി ക്ലാസ് എടുക്കുന്ന പോലെ ക്ലാസ് എടുത്ത് കൂട്ടുന്നത്. സോ ധ്യാൻ ശ്രീനിവാസിന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഒരു കോമാളിക്കുട്ടൻ തന്നെ ഉണ്ട് ഈ സിനിമയിൽ. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. പടം മനോരമ മാക്സിൽ അവൈലബിൾ ആണ്. മലയാളം സിനിമയിലെ അണ്ടർ റേറ്റഡ് മൂവി ലിസ്റ്റിലോട്ടുള്ള പുതിയ എൻട്രിയാണ് കൽബ്. സോ എനിക്ക് മനസ്സിലാവാത്ത ഈ സിനിമയെ പറ്റിയിട്ട് എന്താ ആരും സംസാരിക്കാത്തു. അടിപൊളി പടമാണ്. ഹാഡ് എ ഗ്രേറ്റ് വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു റൊമാൻസ് ഫീൽ ഗുഡ് ആ ഒരു ജോണറിൽ വരുന്ന പടമാണ്. 2022 എന്തോ റിലീസ് ചെയ്ത് ഇപ്പോഴാണ് പടം OTT റിലീസ് ചെയ്യുന്നത്. സോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാം. ദിസ് ഇസ് എ മസ്റ്റ് വാച്ച് എന്ന് പറയാം. സോ ഈ സിനിമ ആദ്യമൊക്കെ ഒരു ഫീൽ ഗുഡ് ആ ഒരു വൈബിൽ പോണ പടം ടുവേർഡ്സ് എൻഡ് ആകുമ്പോൾ നമ്മളെ കരയിപ്പിക്കും. അത്ര ഇമോഷണൽ ആണ് ഇതിന്റെ ക്ലൈമാക്സ്. സിദ്ദിഖും അതേപോലെ തന്നെ രഞ്ജിത്ത് സജീവും നമ്മൾ കോൺവെർസേഷൻ ഉണ്ട്. അയ്യോ നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല. സോ നിങ്ങൾ ഒരു ബ്രേക്കപ്പിൽ കൂടെ ഹാർട്ട് ബ്രേക്കിൽ കൂടെ പോണ ആളാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ദിസ് ഈസ് നോട്ട് യുവർ കപ്പ് ഓഫ് ടീ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം കരയിപ്പിച്ച് കളയും നമ്മളെ. ഏറ്റവും കിടിലൻ പെർഫോമൻസ് രഞ്ജിത്ത് സജീവിന്റെ ആയിരുന്നു. ആളുടെ ഒരു 3 പടങ്ങൾ എന്തോ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ 3 ഡിഫറെന്റ് ജോണേഴ്സ് ആണ്. അതേപോലെ തന്നെ ഇതിലാണ് ആളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പറയാം. ചില സീൻസ് ഉണ്ട്, ചെറിയ ചെറിയ സീൻസ് ആയി ആളുടെ എക്സ്പ്രഷനും എല്ലാം അടിപൊളി തന്നെയായിരുന്നു. ഭയങ്കര ടാലന്റഡ് ആയിട്ടൊരു ആക്ടറായിട്ട് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ നായിക ഭയങ്കര മെച്യൂർഡ് ആയിട്ടൊരു ക്യാരക്ടർ. ആ കൊച്ചു നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. സിദ്ദിഖ് പിന്നെ എനിക്ക് തോന്നുന്നു ഇമോഷണൽ സീൻസ് ഈ ബിഗ് എംസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിദ്ദിഖിന്റെ അത്ര നന്നായിട്ട് വേറെ ആർക്കും ചെയ്യാൻ പറ്റും. അത്രയും അടിപൊളിയായിരുന്നു. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കേണ്ട ഒരു പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊരു സിനിമ. സോ കൽബ് വിൽ ഫോർ എവർ സ്റ്റേ ക്ലോസ് ടു മൈ ഹാർട്ട് എന്ന് ഞാൻ പറയുന്നു. താങ്ക് യു ഫോർ ദിസ് മൂവി. ജയൻ രവി ഫയർ വർക്സ്. സോ ജയൻ രവി സിനിമ അഭിനയം നിർത്തിയിട്ട് പടക്കക്കട തുടങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം INCന്റെ പടക്കം പൊട്ടിനേക്കാളും സൂപ്പർ ആയിട്ടാണ് അണ്ണന്റെ പടങ്ങളൊക്കെ പൊട്ടുന്നത്. ജയൻ രവി അങ്ങനെ മാറ്റി നിർത്താം. ബ്രദർ പറഞ്ഞ സിനിമയിൽ വേറൊരാളുണ്ട്, പ്രിയങ്ക മോഹൻ. സോ ഈ പ്രിയങ്ക മോഹൻ ആളുടെ മെഴുകു പ്രതിമയെ അടുപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം 2 പേരും ഒരേപോലെയാണ്. ആ കൊച്ചിന്റെ വായിൽ വെച്ചിട്ട് ഒരു ബോംബ് പൊട്ടിച്ചാൽ പോലും ഒരു എക്സ്പ്രഷൻ ആ മുഖത്ത് വരും തോന്നില്ല. ഞാനാണ് വെച്ചാൽ ഈ കൊച്ചിന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ കണ്ട് ചത്താ മതി കണ്ടിരിക്കുക. ആ ചേച്ചിയാണെന്ന് വെച്ചാൽ എന്നെ കൊന്നാലും ഞാൻ എക്സ്പ്രഷൻ ഇടില്ല പറഞ്ഞ മൈൻഡ് സെറ്റിലാണ്. എന്തായാലും ഇനിയിപ്പോ അടുത്ത ജന്മത്തിൽ നോക്കാം. സോ ആർക്കെങ്കിലും പ്രിയങ്ക മോഹന്റെ ഒരു മെഴുകു പ്രതിമ ഉണ്ടാക്കണം വെച്ചാൽ നിങ്ങൾ കാശൊന്നും ദയവ് ചെയ്ത് കളയണ്ട. ഈ കൊച്ചിനെ പിടിച്ച് അവിടെ നിർത്തിയാൽ മതി. പിന്നെ ഈ നന്നായി അഭിനയിക്കുന്നവരെ പ്രതിമയല്ലേ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് ആ കൊച്ചു രക്ഷപ്പെട്ടു. സോ പലരും പല സബ്ജക്റ്റിലാണ് PhD ഒക്കെ ചെയ്ത്. ഇത് ഈ രശ്മിക മന്ദാനിക്ക് PhD ചെയ്യുന്ന പോലെ ക്യൂട്ട്നെസ് പറഞ്ഞ ക്രിഞ്ച് ക്ലാസ് ക്രിഞ്ച് ഇട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. ഇതിലൊരു ഫാമിലി തന്നെ ഉണ്ട്, പക്ക കോമാളി ഫാമിലി. നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ബ്രദർ സിനിമ C5 അവൈലബിൾ ആണ്. സോ സീരിയലിനെ വെല്ലിനേക്കാളും വലിയ പാസമാണ്. ഞാൻ വെച്ച് പുഷ്പയിലാണ് ഏറ്റവും കൂടുതൽ പാസ് വന്നത്. അതിനേക്കാളും വലിയ പാസമാണ് ഇതില്. തങ്കച്ചി തമ്പി പാസം, അച്ഛൻ അമ്മ പാസം, ഭാര്യ ഭർത്താവ് പാസം, അങ്ങനെ ഇഷ്ടം പോലെ പാസും ഉണ്ട്. സോ ബ്രദർ സിനിമ C5 അവൈലബിൾ ആണ്. കണ്ടു നോക്കാം. ഇതിലും വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ ഇതൊക്കെ നമുക്ക് സുഖമായി തരണം ചെയ്യാം. ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. C5 അവൈലബിൾ. ഇടിയൻ ചന്തു അല്ല തല്ലുകൊള്ളി പയലെന്നായിരുന്നു ഈ സിനിമയ്ക്ക് പേരിടേണ്ടത്. ആക്ഷൻ ബൈ പീറ്റർ ഹെയ്ൻ. ആ ഒരൊറ്റ സാധനം കണ്ടോണ്ട് മാത്രമാണ് ഈ പടം കണ്ടത്. അൺബറിവ് വന്നിട്ട് ബാൻഡ്രയിൽ ആക്ഷൻ സീൻ ചെയ്തില്ല. അതേപോലെ തന്നെ പക്ക കോമാളിത്തരമായിട്ടാണ് തോന്നിയത്. സോ എനിക്ക് തോന്നുന്നത് പീറ്റർ ഹെയ്നായിട്ട് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ തന്നെ ചെയ്താണെന്ന് തോന്നുന്നു ആക്ഷൻ സീൻസ് ഒക്കെ. സോ ബിജു സോപാനത്തിന്റെ ഒരു ഫൈറ്റ് സീൻ വെച്ച് ബാക്കിയൊക്കെ അട്ടർ ഫ്ലോപ്പ് ആണ്. സോ നിങ്ങൾ ഈ സിനിമ കാണുന്നത് വെച്ചാൽ ആദ്യം ഇതിന്റെ ക്ലൈമാക്സ് എടുക്കുക. ആ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പടം കാണാൻ തോന്നില്ല. അടുത്തൊരു കോമാളിത്തരം കാണിച്ചിരിക്കുന്ന IM വിജയനാണ്. ഈ ഫൈറ്റ് സീനിന്റെ ഇടയിൽ ഇങ്ങേരി ഫുട്ബോളും കൊണ്ടുവന്നിട്ട് ബൈസൈക്കിൾ കേക്കൊക്കെ അടിച്ചിട്ട്. എന്റെ പൊന്നു ബ്രോ, നിങ്ങളൊക്കെ നമ്മൾ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ആ സമയത്ത് ഈ ഡയറക്ടർമാർ അവരുടെ കോമാളിത്തരും പൊട്ടത്തരും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇതിന് കടന്ന് തുള്ളാൻ പാടും.
വേറൊരു പെണ്ണും പിള്ള ഫൈറ്റ് സീനിന്റെ ഇടയിൽ സ്കൂളിന്റെ മണ്ടേ കയറി ദേവസേനെ പോലെ അമ്പും വില്ലും പിടിച്ചിട്ട് അജിത്തും കാജൽ അഗർവാൾ ആ മറ്റേ പടത്തിൽ എനിക്ക് വിവേകത്തിൽ എന്തോന്ന് തോന്നുന്നു ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്ന് പാട്ട് പാടുന്നില്ല, അതേപോലെ ഫ്ലാഷ് ബോംബ് നടത്തുന്നു ഇതിന്റെ ഇടയിൽ. അയ്യേ ഒരു പന്ന പടന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത വേറൊരു കോമാളിയാണ് ഇതിലത്തെ വില്ലൻ ചന്തു സലീം കുമാർ. തമിഴ് ഗുണ്ടയാണ്, ഗുണ്ടയല്ല ഉണ്ടയാണ്. ആകെ ഇതിൽ നല്ലൊരു കാര്യം ചെയ്ത് വെറുപ്പിക്കുന്ന ഒരു പെങ്കൊച്ചുണ്ട്, ആ പെങ്കൊച്ചിനെ അങ്ങോട്ട് തട്ടിക്കളഞ്ഞു. സോ ഇതിൽ ആകെ കുറച്ച് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ മുങ്ങാൻ പോണ കപ്പലിന് ഏഷ്യൻ പെയിന്റ്സിന്റെ പെയിന്റ് അടിച്ചതെന്താ, ബർജറിന്റെ പെയിന്റ് അടിച്ചതെന്താ. സോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അവസാനം ഇടി ഇനിയും തുടരും പറഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ പടത്തിനും സെക്കൻഡ് പാർട്ടാണ്. ഈ വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം വെക്കുന്ന പോലെയാണ്. വീണ്ടും സെക്കൻഡ് പാർട്ടാണ്. ഇടി ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പിടിച്ച് ഇടിക്കും മിക്കവാറും. സോ ട്രൈ ഇറ്റ് ഔട്ട് ഇഫ് യു ഹാവ് ടൈം. ആമസോണിലെ വില്ലൻ ഇല്ലേ രാഘവ് ജോയാൽ, സോ ആളുടെ ഗ്യാര പറഞ്ഞിട്ട് ഒരു സയൻസ് ഫിക്ഷൻ സീരീസ് ഉണ്ട്. അത് എല്ലാവരും കണ്ടിട്ട് വിചാരിക്കും. കണ്ടിട്ടില്ല എന്തായാലും കാണാം. ദാറ്റ് ഈസ് എ മസ്റ്റ് വാച്ച്. അപ്പൊ അതില് റേഡിയോ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. അതേപോലെ തന്നെ റേഡിയോ വഴി കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ഒരു കന്നഡ സിനിമ റിലീസ് ആയിട്ട് മർഫി എന്നാണ് പേര്. 1996 2024 രണ്ട് പേര് തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പൊ ഈ സിനിമയിൽ നമ്മുടെ നായകന് അച്ഛന്റെ ബർത്ത്ഡേക്ക് ആളുടെ റേഡിയോ റിപ്പയർ ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കണം വേണ്ടി റിപ്പയർ ചെയ്ത് പോകുന്ന വഴി ആക്സിഡന്റിൽ മരിക്കുകയാണ്. സോ പിന്നീട് ആളുടെ മകൻ വന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇത് റിപ്പയർ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ പെട്ടെന്ന് ഇടിയൊക്കെ വന്നിട്ട് ഈ രണ്ടുപേര് തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുക 1996 2024 തമ്മിൽ. അപ്പൊ അതില് ഒരു ട്വിസ്റ്റ് ഉണ്ട്. സോ ഇവര് തമ്മിലുള്ള റിലേഷൻ ആ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ടുവേർഡ്സ് എൻഡ് ഒക്കെ ഭയങ്കര ഇമോഷണൽ ആക്കുന്ന ഒരു പടമാണ്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കാം. ആദ്യത്തെ കുറച്ച് നേരം കുറച്ച് ബുദ്ധിമുട്ടാണ് കണ്ടിരിക്കുന്നത്, പക്ഷെ പിന്നെ അങ്ങോട്ട് അടിപൊളിയാണ്. സോ കന്നഡ മൂവീസ് ഭയങ്കര സൂപ്പറാണെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം അവര് കൊണ്ടുവരുന്ന ഓരോ പടങ്ങളിൽ എന്തെങ്കിലും ഒരു പുതുമ ഉണ്ടാവും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സിനിമയാണ്. സോ ഇഫ് യു ഹാവ് ടൈം പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട്. പടം വന്നിട്ട് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്.